ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നല്ല അടിപൊളിയായിട്ടൊക്കെ ന്യൂ ഇയർ പോയി. അപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു ഷോർട്സ് ഇട്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആളുകൾ എൻ്റെ റോബോ വാക്യൂം ക്ലീനറിൻ്റെ ഡീറ്റെയിൽസ് പറയുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാണ്ടിരുന്നത് നമ്മളിപ്പോൾ അത് വാങ്ങിയിട്ട് ഒരു 5 മാസമെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ റോബോ വാക്യൂം ക്ലീനർ, ഇത് ഈക്കോവാസ് കമ്പനിയുടെയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം കേട്ടോ. എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്, പിന്നെ ഇതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ്, ഇതിൻ്റെ ക്ലീനിങ്, മെയിൻ്റനൻസ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. ഇത് ഈക്കോവാസ് കമ്പനിയുടെയാണ്. ഈക്കോവാസ് N20 Pro എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ ഞാൻ മേടിച്ചത്. ഈ ഒരു മോഡലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ടാഗ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മോപ്പിങ്ങും അതുപോലെ സ്വീപ്പിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നോർമൽ ഒരു സാധാരണ രീതിയിലുള്ള ഒരു സ്വീപ്പിങ്ങും മോപ്പിങ്ങും മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റോബോ വാക്യൂം ക്ലീനറിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ബിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബിന്നിൻ്റെ ഉള്ളിലാണ് ഡസ്റ്റൊക്കെ കളക്റ്റഡ് ആയിട്ട് വരുന്നത്. ഇത് നമുക്ക് ഓരോ തവണ യൂസേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ബിന്ന് നമ്മൾ കാലിയാക്കിയിട്ട് ഉള്ളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് തിരിച്ചു വെച്ച് കൊടുക്കണം, നെക്സ്റ്റ് യൂസേജിന് മുന്നേ ആയിട്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ 3 ബട്ടൺസ് വരുന്നുണ്ട്. ഈ 3 ബട്ടൺസ് ഉണ്ടല്ലോ, കൺട്രോൾ ചെയ്യുന്നത് ഈ 3 ബട്ടൺസ് വെച്ചിട്ടാണ്. നമ്മൾ ഈ പ്രോഡക്റ്റ് ആദ്യം തന്നെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഈ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെക്കണം. അത് പിന്നെ നമ്മൾ റെഗുലറായിട്ട് അവിടെ തന്നെ ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. ഓരോ തവണ അത് ചാർജിനായിട്ട് ഈ ഒരു ചാർജിങ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പം അതിന് മുകളിലുള്ള 3 ബട്ടൺസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ചാർജ് ചെയ്യാനുള്ളത്, പിന്നെ ഒന്ന് സ്റ്റാർട്ട്, പോസ്, പിന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ളത്. അങ്ങനെ 3 ബട്ടൺസ് ആണ് ഇതിനുള്ളത്. ഇതിപ്പോൾ ഒരു ക്ലീനിങ് കഴിഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്സ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ബ്രഷ്. ഫ്ലോറിലുള്ള ഡസ്റ്റൊക്കെ കളക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണത് ഈ ഒരു ബ്രഷാണ്. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പൊടി ഉള്ളിലേക്ക് കയറി വരുന്നത്. പിന്നെ ഉള്ളത് സൈഡ് ബ്രഷാണ്. ഇപ്പം ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിലായതുകൊണ്ട് തന്നെ കോർണറിലുള്ള ഡസ്റ്റൊക്കെ ഫ്രണ്ടിലേക്ക് തട്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡിലുള്ള ബ്രഷ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനുള്ളത് ഡ്രൈവിംഗ് വീൽസ് ആണ്. ഈ വീൽസിലാണ് അത് മുന്നോട്ട് നീങ്ങണത്. ഇത് നീങ്ങണ അനുസരിച്ചാണ് മുന്നിലേക്ക് നീങ്ങുക. പിന്നെ ഇതിന് കുറേ സെൻസേഴ്സ് വരുന്നുണ്ട്. 4 ആൻറ്റി ഡ്രോപ്പ് സെൻസേഴ്സ്, അതായത് മുകളിൽ നിന്ന് താഴേക്ക് വീഴാത്ത രീതിയിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സെൻസേഴ്സ്. അതുപോലെ കാർപ്പറ്റ് ഫ്രണ്ടിലുണ്ടെങ്കിൽ കാർപ്പറ്റ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള കാർപ്പറ്റ് ഡിറ്റക്ഷൻ സെൻസർ. അങ്ങനെ സെൻസേഴ്സ് ധാരാളം വരുന്നുണ്ട്. ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് തട്ടാതെ മുട്ടാതെയൊക്കെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഈ ഫ്രണ്ടിൽ ബമ്പറിലുള്ള ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് മോഡ്യൂള്. അതുപോലെ സൈഡ് സെൻസേഴ്സും ഇതിനുണ്ട് പ്രത്യേകമായിട്ട്. നമുക്കിപ്പോൾ സ്വീപ്പിംഗ് മാത്രമല്ല മോപ്പിങ്ങും കൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വൈബ്രേറ്റിംഗ് മോപ്പിംഗ് സിസ്റ്റം എന്ന് പറയും, ഇത് നമ്മൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഒരു മോപ്പിംഗ് പാഡും വരുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് മാറ്റി നമ്മൾ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. സ്വീപ്പിംഗ് മാത്രമുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു വാക്യൂം മോഡ്യൂളും ഉണ്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇതിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വാക്യൂമിങ് സ്റ്റാർട്ട് ചെയ്യും. വാക്യൂം മോഡ്യൂൾ മാത്രമാണ് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ വാക്യൂമിങ് മാത്രമായിരിക്കും ചെയ്യുന്നത്. ആദ്യം തന്നെ ഇത് റൂംസിൻ്റെ കോർണേഴ്സ് ആണ് ക്ലീൻ ചെയ്യുക. നമ്മുടെ ആ സൈഡ് ബ്രഷ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് കോർണേഴ്സ് ഒക്കെ ആദ്യം തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കും. പിന്നെ നമ്മുടെ കാർപ്പറ്റിന് അധികം കട്ടിയില്ലാത്ത മാറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് അതിന് മുകളിലേക്ക് കയറി അതിൻ്റെ മുകളിലുള്ള പൊടിയും കൂടി ഇത് വാക്യൂം ചെയ്ത് എടുക്കും കേട്ടോ. ഇപ്പം നമ്മൾ മോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ വാക്യൂം മോഡ്യൂൾ ഉണ്ടല്ലോ അത് മാറ്റിയിട്ട് നമ്മുടെ ഈ മോപ്പിംഗ് സിസ്റ്റം ഉണ്ടല്ലോ ആ മോഡ്യൂൾ നമ്മൾ വെച്ചു കൊടുക്കുക. ഇപ്പം അതിൻ്റെ ഉള്ളിൽ ടാങ്ക് ഉണ്ട്. അപ്പം അതിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം തന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇവിടെ സോൾട്ടി വാട്ടർ ആയതുകൊണ്ട് ഫിൽട്ടർ വാട്ടറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ മോപ്പിംഗ് പാഡ് ഉണ്ടല്ലോ അത് ഇതുപോലെ വെച്ചു കൊടുക്കുക. അപ്പോൾ വൈബ്രേഷൻ മോഡിലാണ് ഇതിൻ്റെ മോപ്പിംഗ് പാഡ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് സ്റ്റെയിൻസ് ഒക്കെ തുടച്ച് വൃത്തിയാക്കുന്നത്.
അപ്പം നമ്മൾ വാക്യൂമിങ് മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പം ഇത് നമ്മൾ ഇവിടെ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാർപ്പറ്റ് എടുത്ത് മാറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ക്ലീൻ ചെയ്യില്ല കേട്ടോ. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിലും അത് മോപ്പ് ചെയ്യും. കാർപ്പറ്റ്സ് മാറ്റ്സ് ഒക്കെ കിടക്കുന്ന അത്രയും ഭാഗത്തേക്ക് അത് പിന്നെ കയറില്ല. നമ്മളിപ്പോൾ കട്ടിയുള്ള തുണിയുടെ മാറ്റ്സ് ഒക്കെയാണ്, അങ്ങനത്തെ മാറ്റ്സ് ഒക്കെയാണ്, ഫ്ലോർ മാറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മൾ എടുത്ത് മാറ്റി കൊടുക്കണം. ഇപ്പൊ വൈബ്രേഷൻ മോഡിലാണ് കേട്ടോ അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മോപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് അതിന്റെ പാഡ്സ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നോർമൽ സ്റ്റെയിൻസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് മോപ്പ് ചെയ്ത് ഇത് കളയും. വീട് മൊത്തത്തിൽ സ്വീപ്പിങ്ങും മോപ്പിങ്ങും കഴിഞ്ഞു കഴിയുമ്പോൾ ഇത് തന്നെത്താൻ അതിന്റെ ഡോക്കിംഗ് സ്റ്റേഷനിലേക്ക് പോയി ഇരുന്നോളൂ കേട്ടോ. എന്നിട്ട് അത് തന്നെ ചാർജ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓരോ തവണ നമ്മൾ എടുത്തു കൊണ്ടുപോയി വെക്കേണ്ട ഒരു അവസ്ഥയൊന്നും ഇല്ല കേട്ടോ. തന്നെ അതിന്റെ ചാർജിങ് സ്റ്റേഷനിൽ പോയി ചാർജിങ് സ്റ്റാർട്ട് ചെയ്തോളും. കണ്ടോ, അപ്പൊ നമ്മുടെ വീട് സ്വീപ്പിങ്ങും മോപ്പിങ്ങും കഴിഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ ഇപ്പൊ കാണിച്ചു തരുന്നത്. എത്ര വൃത്തിയായിട്ടാണ് അത് സ്വീപ്പിങ്ങും മോപ്പിങ്ങും ചെയ്തതെന്ന് നോക്കണം നിങ്ങൾ. അപ്പോൾ ഞാനിതിൽ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ് ഇതിൻ്റെ ക്ലീനിങ് പ്രോസസ്സിൽ. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അഴുക്കിൻ്റെയും അതുപോലെ കറയുടെയൊക്കെ ഇതനുസരിച്ചിരിക്കും ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു നോർമൽ രീതിയിലുള്ള പൊടിയും അഴുക്കൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ അതിന് വൃത്തിയാക്കാനുള്ള ഒരു കഴിവുണ്ട് കേട്ടോ. പിന്നെ ഇതുണ്ടല്ലോ, നമ്മൾ വീക്കിലി ക്ലീൻ ചെയ്ത് വെക്കണം. ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ഓരോ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ എത്ര നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത്. ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഇതിന്റെ ക്ലീനിങ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഡെയിലി ക്ലീനിങ് നമ്മൾ ഇത് മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ ഡസ്റ്റ്ബിന്നിൽ ഓരോ തവണ നമ്മൾ സ്വീപ്പിങ്ങും മോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഡസ്റ്റ്ബിൻ ഒന്ന് എടുത്തിട്ട് അതൊന്ന് അതിൻ്റെ ഉള്ളിലെ പൊടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. കാരണം നെക്സ്റ്റ് ഡേ അതിൻ്റെ ഉള്ളിൽ ഡസ്റ്റ് കളക്ട് ചെയ്യാനുള്ള സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. മോപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോപ്പിംഗ് പാഡും നമ്മൾ വൃത്തിയായിട്ട് കഴുകി ഉണക്കാനായിട്ട് ഇടണം അടുത്ത ക്ലീനിങ്ങിന് മുമ്പായിട്ട്. ഇതുപോലെ എന്തെങ്കിലും ബ്രഷ് കൊണ്ടോ ഇങ്ങനെ പതുക്കെ നമുക്ക് തട്ടിക്കളയാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഉള്ളിലെ ഡസ്റ്റ് ഒക്കെ. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ കഴുകി ക്ലീൻ ചെയ്തിട്ട് കഴുകി നമുക്ക് ഉണക്കി എടുക്കണം കേട്ടോ. എപ്പോഴും കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കി എടുക്കാനായിട്ട് സൂക്ഷിക്കണം. ഒട്ടും തന്നെ വെള്ളമയം ഇല്ലാത്ത രീതിയിൽ. ഇപ്പൊ കണ്ടോ, ഫിൽറ്ററിൻ്റെ ഉള്ളിൽ എന്തുമാത്രം പൊടി ഉണ്ടെന്ന് നോക്കൂ. ഞാനിപ്പോൾ ഒരുപാട് സൈക്കിൾസ് യൂസ് ചെയ്തത് കൊണ്ടാണ് ഫിൽറ്റർ കുറച്ച് മോശം ഒരവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. ഡെയിലി അപ്പം നമ്മൾ ഈ ഡസ്റ്റ്ബിന്നിലെ പൊടി കളയുക. പിന്നെ ഈ ഫിൽറ്റർ, സ്പോഞ്ച് ഫിൽറ്റർ രണ്ടും ഡസ്റ്റ് ഒന്ന് പതുക്കെ തട്ടിക്കളഞ്ഞതിന് ശേഷം തിരിച്ച് ഇതുപോലെ നമുക്കിത് അടച്ച് നമ്മുടെ ഈ ക്ലീനറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ വീക്കിലി ഒരിക്കലെങ്കിലും അത് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. നമ്മൾ ഏത് സാധനവും നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാലേ നമുക്കത് കുറച്ച് നാളെങ്കിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വീക്കിലി നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് മൊത്തത്തിൽ ഇതൊന്ന് പുറമേന്ന് തുടച്ചു കൊടുക്കണം. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ സെൻസേഴ്സൊക്കെ നമുക്ക് ഈ നമ്മുടെ മൊബൈൽ ആപ്പിൽ നോട്ടിഫിക്കേഷൻസ് വരും. ഇപ്പോൾ ഏതെങ്കിലും സെൻസറിൽ പൊടിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസ് വരും. അതിന് നോട്ടിഫിക്കേഷൻസ് വരാനിടയാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാ ആഴ്ചയിലും ഇതൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കണം. ഇപ്പോൾ ആഴ്ചയിൽ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം, ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഞായറാഴ്ച ദിവസമൊക്കെയാണ് ഇത് തുടയ്ക്കാനായിട്ട് ഞാൻ സമയം കണ്ടെത്താറ്. ഒരു 5 മിനിറ്റ് മതിയാവും നമുക്കിത് തുടച്ച് ക്ലീൻ ചെയ്ത് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി വെക്കാനായിട്ട്. പിന്നെ താഴെ വരുന്ന ബ്രഷ് ആണെങ്കിൽ അതിൻ്റെ നമ്മൾ പുറത്തേക്ക് ആ ബ്രഷ് എടുത്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വല്ല തലമുടിയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ കെട്ട് പിണഞ്ഞിരിക്കേണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റിനെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതും ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കൊടുക്കുക. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് പുറത്തെടുക്കാവുന്ന ഭാഗങ്ങളൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് തുടച്ച് ബ്രഷും അതിൻ്റെ ഇടയിൽ ബ്രഷ് സ്മൂത്തായിട്ട് മൂവ് ചെയ്യാൻ പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് ഒന്ന് വൃത്തിയായിട്ട് തുടച്ച് വെച്ചാൽ മാത്രം മതിയാവും. സൈഡ് ബ്രഷും നമ്മൾ ഊരിയെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അതിൻ്റെ ആ ബ്രഷുകളൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ആകെ ഡസ്റ്റ്ബിൻ മാത്രമേ നമ്മൾ ഡെയിലി ഒന്ന് പൊടി മാറ്റി വെക്കേണ്ട ആവശ്യമുള്ളൂ. വെറും 5 മിനിറ്റ് മതിയാവും നമുക്ക് മൊത്തത്തിൽ ഇതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട്. നമ്മൾ ക്ലീൻ ചെയ്യാൻ പുറത്തെടുത്ത ഐറ്റംസ് ഒക്കെ തിരിച്ചതുപോലെ തന്നെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലീനിങ്ങിനായിട്ട് നമ്മുടെ വാക്യൂം ക്ലീനർ റെഡി ആയി കഴിഞ്ഞു. എനിക്കിപ്പോൾ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയോ, നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മളിപ്പോൾ നോർമലായിട്ട് സ്വീപ്പിംഗ് മോപ്പിംഗ് നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ നമ്മൾ ബ്രൂമും അതുപോലെ മോപ്പും ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു റോബോ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് അത് സ്വീപ്പിംഗ് മോപ്പിങ്ങും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
നമുക്ക് നമ്മുടെ കിച്ചണിൽ ഇപ്പോൾ കുക്കിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള ക്ലീനിങ്ങോ അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കോ അങ്ങനെ മറ്റുള്ള നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിലൊക്കെ നമുക്ക് അപ്പോൾ മൾട്ടി ടാസ്കിങ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് മെയിനായിട്ടൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ വാക്യൂം ക്ലീനർ ഉള്ളതുകൊണ്ട്. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ നോർമൽ ബ്രൂമും അതുപോലെ മോപ്പും ഒക്കെ വെച്ച് ക്ലീൻ ആക്കുന്നതിനേക്കാളും നന്നായിട്ട് ഇത് വെച്ച് നമ്മൾ വാക്യൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് വരെ ഇത് ഉള്ളിലേക്ക് വലിച്ചെടുക്കും. സാധാരണ ചൂല് വെച്ച് നമ്മൾ അടിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ല ക്ലീൻ ആവുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഇത് വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത്. പിന്നെ മോപ്പ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ മോപ്പ് ചെയ്യാനായിട്ട് ഇത് കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുണ്ട്, ഇതിൻ്റെ വൈബ്രേറ്റിംഗ് മോപ്പിംഗ് പാഡ്സ് വെച്ചിട്ട് ചെയ്യുന്നതായതുകൊണ്ട്. പിന്നെ വേറൊരു കുഴപ്പം എന്താണെന്നറിയോ, മോപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ഇങ്ങനെ സ്റ്റബേണായിട്ടുള്ള സ്റ്റെയിൻസ്, ഒരുപാട് പറ്റി പിടിച്ചിരിക്കുന്ന സ്റ്റെയിൻസ് ഒക്കെ ആണെങ്കിൽ ഇത് വെച്ച് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നമ്മൾ നോർമൽ മോപ്പ് ചെയ്ത് അധികം സ്റ്റെയിൻസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് മോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട്, സ്വീപ്പിങ്ങും മോപ്പിങ്ങും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് വീട് വെട്ടിത്തിളങ്ങണ പോലെ എനിക്ക് തോന്നാറുണ്ട്. നമുക്കുണ്ടല്ലോ ഈ ഒരു വാക്യൂം ക്ലീനർ നമ്മുടെ മൊബൈൽ വെച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ആപ്പ് വഴിയാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഈ ഒരു വാക്യൂം ക്ലീനറിന്റെ കിട്ടണം എന്നുണ്ടെങ്കിൽ വൈഫൈ കണക്ഷൻ അത്യാവശ്യമാണ് കേട്ടോ. വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിലാണ് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് മീൻസ് നമ്മുടെ വീട് മാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ആപ്പിൽ കാണാനായിട്ട് പറ്റും നമ്മുടെ വീടിന്റെ മാപ്പ്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട്, അതായത് റൂംസ് തിരിച്ച് എഡിറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ സോൺസ് തിരിക്കാനായിട്ട്. സോൺസ് മീൻസ് നമുക്കിപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത്, ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഇപ്പം പ്രത്യേകിച്ച് കുറച്ച് അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ സോൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആ സോൺ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്തെ മാത്രം ക്ലീനിങ് ഈ ഒരു വാക്യൂം ക്ലീനർ ചെയ്യും. അതുപോലെ തന്നെയാണ് റൂംസും. ഇപ്പം നമുക്ക് ഒരു റൂം മാത്രം ക്ലീൻ ചെയ്താൽ മതി ആ സമയത്ത് എന്നുണ്ടെങ്കിൽ ആ റൂംസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോ റൂമിന് നമ്മുടെ റൂമിൻ്റെ പേരിട്ട് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. അതുപോലെ ഈ ആപ്പ് വഴി നമുക്ക് ഏത് റൂമാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു ഓർഡറും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ക്ലീനിങ് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് കിട്ടും ഈ ആപ്പ് വഴി. ഇത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഫോണിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ സക്ഷൻ പവർ കൂട്ടാനായിട്ട്, അതുപോലെ വാട്ടർ ഫ്ലോ കൂട്ടാനായിട്ട്, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, മോപ്പിൻ്റെ വൈബ്രേഷൻ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ സർവീസ് മെസ്സേജുകളും നമുക്ക് ഈ ആപ്പിൽ കിട്ടും. ക്ലീനിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് പോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പിൽ പോയിട്ട് നമുക്ക് പോസ് എന്നുള്ള ബട്ടൺ കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കത് റീസ്റ്റാർട്ട് ചെയ്യാനും ഈ ഒരു ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ വീട്ടിലില്ലാന്ന് വെച്ചോ, നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈഫൈ കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ ഒരു വാക്യൂം ക്ലീനറിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. നമുക്കിപ്പോൾ ഡെയിലി ഈ ഒരു സമയത്ത് ഇത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും നമുക്കിതിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം ഈ ഒരു ആപ്പ് വഴി കേട്ടോ. ഇതിൻ്റെ ഈ ഒരു മോഡൽ റോബോയുടെ വില വരുന്നത് 28,000 ആണ് കേട്ടോ. ഞാൻ നോർമൽ ഒരു കടയിൽ നിന്നാണ് വാങ്ങിയത്, കടയിൽ പോയിട്ടാണ് വാങ്ങിയത്. ഈ ഒരു ബ്രാൻഡിൻ്റെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു കടയായിരുന്നു ഇത്. ഓൺലൈനിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. 28,000-നാണ് വാങ്ങിയത്. ഇത് പല വിലയുടെ ഉണ്ട് കേട്ടോ. ഈ റോബോ വാക്യൂം ക്ലീനറിൻ്റെ വില ചേഞ്ച് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സക്ഷൻ പവറിനെയും അതുപോലെ മോപ്പിംഗ് കപ്പാസിറ്റിയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഐറ്റംസ് മേടിക്കുന്ന സമയത്ത് കമ്പയർ ചെയ്ത് നോക്കുക, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് വേണം ഒരു ബ്രാൻഡ് നമ്മൾ ഏത് മേടിക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വാക്യൂം ക്ലീനറിൻ്റെ വിശേഷങ്ങൾ. നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് മേടിക്കാവുന്നതാണ്. നമുക്ക് കുറച്ചും കൂടി സൗകര്യത്തിന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ അപ്ലയൻസസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല കേട്ടോ. പിന്നെ ഒരുപാട് ആളുകൾക്ക് ആ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ രീതികൾ പിന്തുടർന്നു പോകുന്നതായിരിക്കും ഇഷ്ടം. അപ്പം അങ്ങനെയുള്ളവർക്ക് മേടിക്കാതെയും നമുക്കിരിക്കാമല്ലോ. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഈ ഒരു വാക്യൂം ക്ലീനറിനെ കുറിച്ചുണ്ടെന്നുണ്ടെങ്കിൽ
കോമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരാം കേട്ടോ. പിന്നെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്കായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നല്ല വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട് പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.